ഇപ്പം ചാറുകറി ഉണ്ടാക്കാം കേട്ടോ. ചാറുകറി എന്ന് പറഞ്ഞാൽ ഇത് തൈര് കൊണ്ട് കാച്ചി മോര് കാച്ചിയത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, സവാള, പിന്നെ 5-6 വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, ഒരു നുള്ള് കരിയാപ്പിലയും കൂടെ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം. കരിയാപ്പിലയും കൂടി ഇട്ട് നമുക്ക് മോര് കാച്ചാം കേട്ടോ. 2 പപ്പടം പൊരിക്കണം. ചട്ടി ചൂടായില്ല, ചട്ടി ചൂടാക്കട്ടെ കേട്ടോ. ഇത് രാവിലത്തെ കറിയാണ്. ഉലുവായും കടുകും കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു വെച്ചുള്ളി, ഒരു കുഞ്ഞ് സവാള എല്ലാം കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റി എടുക്കുകയാണ്. അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിനടിച്ച് പപ്പടവും പൊരിച്ചു. അപ്പോൾ നമുക്ക് തൈര് കൂടെ പൊട്ടിച്ചൊഴിക്കാം ഈ കൂടെ. അപ്പോൾ ശകലം തേങ്ങയരപ്പ് ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. തേങ്ങയരപ്പ് ഉണ്ടാക്കി വെച്ചായിരുന്നു. തൈര് തവി കൊണ്ട് ഉടച്ചെടുക്കുവാണേ. ഇതിനകത്ത് ഒഴിച്ച് തേങ്ങ തിളച്ച് വന്നു. ഇതിനകത്തേക്ക് നമുക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. തൈരും കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ ഒന്ന് ചൂടായി വന്നാണ്. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള ചോറും കറികളൊക്കെ എടുത്തു കേട്ടോ. കഴിക്കാനായിട്ട് കണ്ടോ, കറി എടുത്തു. ഇത് ഒരു മെഴുക്കുവരട്ടി വെച്ചു കേട്ടോ. ബീൻസ് കൊണ്ട് ഒരു മെഴുക്കുവരട്ടി. ബീൻസിൻ്റെ അല്ലെങ്കിൽ ഒരു നീളമുള്ള പച്ചപ്പയറോ എന്തെങ്കിലുമൊക്കെ ഒരു മെഴുക്കുവരട്ടി കൂടെ അത്യാവശ്യമാണ്. കണ്ടോ, രാവിലെ പൊതിച്ചോറിന് വേറെ കറികളാണ് മെഴുക്കുവരട്ടി തോരനൊക്കെ വെച്ചത് കേട്ടോ. അതുകൊണ്ട് ഇപ്പം വന്നപ്പം വേറൊരു കറി വെച്ചു. ഒരു പൊതിക്ക് മുട്ടയാക്കിയാലും മതിയല്ലോ. മുട്ട എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ മോര് കാച്ചിയത്. അപ്പോൾ ഇത്രയും കറികളൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് കഴിക്കാൻ പോവുകയാണേ. ഞാനെല്ലാം പപ്പയാണ് കഴിക്കാൻ പോകുന്നത്. പപ്പയ്ക്ക് വിളമ്പി കൊടുത്തിട്ട് വേണം എടുക്കാൻ. അത് പപ്പയ്ക്ക് വിളമ്പിയത് കൊണ്ടാട്ടോ ഇതൊക്കെ വേറെ വിളമ്പിയത്. ഇല്ലെങ്കിൽ എനിക്കുള്ളതാണെങ്കിൽ ഞാൻ എല്ലാം ചുറ്റും പുറവും കൂടെ അലങ്കരിച്ച് വെച്ചേനെ. നമുക്ക് ശകലം മോര് കറിയും കൂടെ കോരി ഒഴിക്കാം. മോരിഷ്ടമില്ല, അധികം ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പിന്നെ ഒരല്പം ഒരു ചാറിന് വേണ്ടി മാത്രം. പിന്നെ മീൻ ചാറൊക്കെയാണ് പപ്പയ്ക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് മൂടി വെക്കാം. കഴിക്കാൻ കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. എല്ലാവരും ഊണ് കഴിച്ചോന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ 2 മണി സമയത്താണ് ചോറെടുക്കുന്നത്.